മാഷിൻ്റെ സ്വന്തം അപ്പു. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 31. ഓരോന്ന് ഓർക്കുമ്പോൾ നെഞ്ചിൽ ആദിയാണ് ഭാർഗവേട്ട. ഇതുവരെ നന്ദൻ അപ്പുമോളുടെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അവനതറിയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം എന്നോർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അവൾക്ക് വേണ്ടിയാണ് അവൻ നമ്മളെയും ഇവിടവും ഉപേക്ഷിച്ചു പോയത്. എന്നിട്ടിപ്പോൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം അവൻ അറിയുമ്പോൾ അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. സൗദാമിനി കൈകൾ നെഞ്ചിൽ ചേർത്തു. നീ ഓരോന്നോർത്ത് വെറുതെ ഇങ്ങനെ വിഷമിക്കാതെ. അവൻ അറിയാൻ സമയമാകുമ്പോൾ എല്ലാം അവൻ അറിഞ്ഞുകൊള്ളും. ഇത് കേൾക്കാനുള്ള മനക്കരുത്ത് അവനുണ്ടാകട്ടെ. ഒരു സത്യത്തെയും ഒരുപാട് കാലം നമുക്ക് ആർക്കും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല, അതും പ്രിയപ്പെട്ടവരെക്കുറിച്ച്. ഇതും ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ഈശ്വരൻ അവന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാർഗവൻ പറയുമ്പോഴും എല്ലാം അറിയുമ്പോൾ നന്ദൻ്റെ പ്രതികരണം എന്താവും എന്നതിനെക്കുറിച്ച് അയാൾക്കും ഭയം തോന്നിയിരുന്നു. മാർജിൻ ഫ്രീയിൽ ഇരിക്കുമ്പോൾ അനീഷിൻ്റെ ചിന്ത മുഴുവൻ തലേ ദിവസം സിമി പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു. അനീഷേട്ടാ, നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് ഞാൻ നന്ദമാഷിനെ കണ്ടിരുന്നു. നന്ദൻ്റെ പേര് കേട്ട ഉടനെ തന്നെ അനീഷ് വെപ്രാളത്തോടു കൂടി സിമിയെ നോക്കി. നീ മാഷിനെ കണ്ടോ? ആ, കണ്ടു. മാഷിൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഞാൻ വ്യക്തമായി കണ്ടതാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന നന്ദമാഷിനെ. മാഷിൻ്റെ അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും മാഷിനറിയില്ല. ഇനിയെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മാഷിൻ്റെ പ്രതികരണം ഓർത്ത് എനിക്ക് നല്ല ഭയമുണ്ട്. സിമി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അനീഷിനും വല്ലാത്ത ഭയം തോന്നി. അവൻ തലമുടിയിൽ കൈ കൊരുത്തു വലിച്ച് ആലോചനയോടുകൂടി അങ്ങനെയിരുന്നു. നന്ദൻ തൊഴുതു മടങ്ങുമ്പോഴാണ് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കുഞ്ഞു ചെറുക്കനെ കാണുന്നത്. ഓട്ടോയ്ക്ക് കാശ് കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞാപ്പു സിമിയുടെ ഇടുപ്പിൽ നിന്നും ഊർന്ന് നിലത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. ഓടി വന്ന കുഞ്ഞിനെ വാരിയെടുത്ത് നന്ദൻ അവൻ്റെ കവിളുകളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ എവിടെ പോയാലും നീ അവിടെ ഉണ്ടല്ലോടാ കുറുമ്പ. നന്ദൻ കുഞ്ഞിനെ കവിളിൽ പിച്ചി വിട്ടു. അപ്പോഴേക്കും പിന്നാലെ വന്ന ശ്രീ അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. സിമി നന്ദനെ കണ്ട് അന്തിച്ച് നിൽക്കുകയാണ്. നന്ദൻ സിമിയെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഞാൻ ഇതിനു മുൻപ് തന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. നന്ദൻ വിരലുകൾ കൊണ്ട് നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. സിമിയല്ലേ? പെട്ടെന്നാണ് നന്ദൻ അത് ചോദിച്ചത്. അപ്പുവിൻ്റെ അതെ അതേ മാഷേ. സിമി വരുത്തിക്കൂട്ടി ചിരിച്ചു. മോൻ മിടുക്കനാണ് കേട്ടോ. എന്താ മോൻ്റെ പേര്? സിമി ആദ്യം ഒന്ന് മടിച്ചു, പിന്നെ പേര് പറഞ്ഞു. രുദ്രാഷ് ദേവദത്ത്. വീട്ടിൽ കുഞ്ഞാപ്പൂന്ന് വിളിക്കും. അപ്പോഴേക്കും അവളുടെ കയ്യിലേക്ക് കുഞ്ഞു ചെറുക്കൻ ചാടിയിരുന്നു. സിമി കുഞ്ഞാപ്പൂവിനെയും കൊണ്ട് പടികൾ കയറാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത വീട്ടിലെ ദിവാകരേട്ടൻ്റെ ഭാര്യ രമണി അവളുടെ അടുത്തേക്ക് വന്നത്. ആഹാ, കൊള്ളാമല്ലോ. അമ്മായിയും മോനും കൂടി ഇന്ന് നേരത്തെയാണല്ലോ. ഇടയ്ക്കൊക്കെ ഞാനും ഇവിടെ വരാറുണ്ട് സിമി. അപ്പുമോള് പുറത്തൊങ്ങൊന്നും ഇറങ്ങി തുടങ്ങിയില്ലല്ലേ സിമി? അവർ ഓരോ കുശലം പറഞ്ഞ് സിമിയോടൊപ്പം നടക്കാൻ തുടങ്ങി. ഇനി എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. എന്തായാലും ആ കൊച്ചിൻ്റെ വിധി വല്ലാത്തതായിപ്പോയി. ഇത്രയും ചെറിയ പ്രായത്തിലെ വിധവയാവുകയെന്ന് വെച്ചാൽ. ബുള്ളറ്റിലേക്ക് കയറാൻ തുടങ്ങിയ നന്ദൻ്റെ ചെവികളിൽ ഈയ മുരുക്കി ഒഴിച്ചതുപോലെ ആ വാക്കുകൾ തറഞ്ഞു കയറി. അവൻ നോക്കുമ്പോൾ സിമിയും അന്നേരം തന്നെ നന്ദനെയും നോക്കി. സിമി വേഗം അവനിൽ നിന്നും നോട്ടം പറിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അമ്പലത്തിൽ കയറാതെ സിമി കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയിലേക്ക് കയറിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ താൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛനും അമ്മയും വിഷ്ണുവും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. നന്ദൻ്റെ ബൈക്ക് മുറ്റത്തേക്ക് പാഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ട് ഭാർഗവനും സൗദാമിനിയും മുഖത്തോട് മുഖം നോക്കി. നന്ദൻ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തായിരുന്നു. അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ സൗദാമിനി ആകെ അമ്പരപ്പിലായി. കഴിഞ്ഞ 2 വർഷമായി ഞാനിവിടെ ഇല്ലായിരുന്നു. ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണെങ്കിലും എനിക്കറിയണം. ഇനിയും എന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. വല്ലാത്തൊരു ഗൗരവത്തിൽ നന്ദൻ പറയുന്നത് കേട്ടപ്പോൾ
സൗദാമിനിയും ഭാർഗവനും മുഖത്തോട് മുഖം നോക്കി. ഭാർഗവൻ എഴുന്നേറ്റ് നന്ദൻ അടുത്തായി വന്നിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് സന്തോഷം തരുന്നതല്ല. പ്രത്യേകിച്ച് അപ്പുവിൻ്റെ കാര്യം. ഓരോ തവണ നീ ഫോൺ വിളിക്കുമ്പോൾ പോലും പലതവണ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും ദൂരത്തിരിക്കുന്ന നിന്നോട് ഇതിനെക്കുറിച്ച് പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പോഴും നിന്നോട് പറയുവാനുള്ള ധൈര്യം എനിക്കില്ല. ഭാർഗവൻ ഫോണെടുത്ത് വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു എത്തി. നന്ദൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം അവന് മനസ്സിലായി. നമ്മൾ തമ്മിൽ എന്തും പറയുവാനുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നീ എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിച്ചു. ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നന്ദ. അതുകൊണ്ടാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നിന്നിൽ നിന്നും എല്ലാം മറച്ചു പിടിച്ചത്. നീ ഒരിക്കൽ പോലും അപ്പുവിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് നിന്നോട് ഇക്കാര്യം പറയാതിരുന്നത്. എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞേ മതിയാവൂ. എനിക്കറിയണം എൻ്റെ അപ്പുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും വിഷ്ണു അക്കമിട്ട് നിരത്തുമ്പോൾ 2 കൈകളും തലമുടിയിൽ കൊരുത്തു വലിച്ചു നന്ദൻ. പൊട്ടിക്കരിയുന്ന നന്ദനെയാണ് അവർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. വിഷ്ണു നന്ദൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നന്ദൻ ആ കൈകൾ തട്ടി മാറ്റി വിഷ്ണുവിൻ്റെ കോളറിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്തു. പറയാമായിരുന്നില്ലേടാ, നിനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഇത്രയും വലിയ സങ്കടക്കയത്തിൽ എൻ്റെ അപ്പുവിനെ. ഈശ്വര, എൻ്റെ അപ്പു ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇതിനാണോ ഞാൻ അവളെ വിട്ടുകൊടുത്തത്? ഇത്രയും വലിയ സങ്കടത്തിലേക്കാണോ ഞാൻ എൻ്റെ അപ്പുവിനെ തള്ളിവിട്ടത്? അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. വിഷ്ണു നന്ദൻ്റെ അടുത്തേക്ക് വന്നു. കരയ്, ഇതിലും ഉച്ചത്തിൽ നീ അലറി വിളിക്ക്. പക്ഷേ നിന്റെ സങ്കടവും കണ്ണീരും ഒന്നും ആരും കാണാനില്ല. കാണേണ്ടവൾ ഇപ്പോൾ മറ്റെവിടെയോ. കരഞ്ഞു പറഞ്ഞതല്ലേ നിന്നോട് അവളെ വിട്ടുകൊടുക്കരുതെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? വലിച്ചെറിയരുത് മാഷയെന്ന് പറഞ്ഞ് നിന്റെ മാറിൽ വീണ് ആ പാവം പൊട്ടിക്കരഞ്ഞില്ലേ? ഉപേക്ഷിക്കരുതേ എന്ന് നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? വലിയ ത്യാഗിയായി വിട്ടുകൊടുത്തു. ചങ്ക് പറിച്ച് പ്രണയിച്ച പെണ്ണിനെ, പ്രാണനെ. എന്നിട്ട് ജീവശ്വാസം കിട്ടാതെ അലഞ്ഞില്ലേ നീ? ഓടിപ്പോയില്ലേ നീ? എന്നിട്ട് എന്തായടാ? ആ പാവത്തിൻ്റെ ജീവിതം നശിച്ചില്ലേ? അച്ഛൻ്റെ കടപ്പാടിൻ്റെയും മാഷിൻ്റെ ത്യാഗത്തിൻ്റെയും മുന്നിൽ ആ പാവം തോറ്റുപോയി. എല്ലാവരും കൂടി അവളെ തോൽപ്പിച്ചു, വിധി പോലും. നീ എന്താ ചെയ്തത്? വലിയ ത്യാഗിയായി വിട്ടുകൊടുത്തു. ചങ്കു പറിച്ച് പ്രണയിച്ച പെണ്ണിനെ, പ്രാണനെ. എന്നിട്ട് ജീവശ്വാസം പോലും കിട്ടാതെ നീ അലഞ്ഞില്ലേ? ഓടിപ്പോയില്ലേ നീ? എന്നിട്ട് എന്തായടാ? ആ പാവത്തിൻ്റെ ജീവിതം നശിച്ചില്ലേ? അച്ഛൻ്റെ കടപ്പാടിൻ്റെയും മാഷിൻ്റെ ത്യാഗത്തിൻ്റെയും മുന്നിൽ ആ പാവം തോറ്റുപോയി. എല്ലാവരും കൂടി അവളെ തോൽപ്പിച്ചു, വിധി പോലും. വിഷ്ണു നിന്ന് കിതച്ചുപോയി. വിഷ്ണു, നിനക്കറിയാവുന്നതല്ലേ എല്ലാം? എന്നിട്ടും നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ചങ്ക് പറിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ പെണ്ണിന് ഇവിടെ നിന്ന് പോയത് നന്ദൻ മാഷിൻ്റെ ആത്മാവില്ലാത്ത ശരീരം മാത്രമായിരുന്നു. അവളെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നന്ദൻ ജീവിച്ചിട്ടില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഒരേയൊരു കാരണം അവളാണ്. പറയുന്നതിനോടൊപ്പം തന്നെ നന്ദൻ കരയുന്നുണ്ടായിരുന്നു. സൗദാമിനി നന്ദനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അമ്മയ്ക്കിത് കാണാൻ വയ്യ. ഇല്ലമ്മേ, എൻ്റെ അപ്പു, അവളെങ്ങനെ ഇതെല്ലാം അവളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നു? ചങ്കു പൊട്ടി ആ പാവം പറഞ്ഞു പൂർത്തിയാക്കാൻ നന്ദന് കഴിഞ്ഞില്ല. ഇല്ല, മരിക്കാനുള്ള അവകാശം ഞാൻ അവളിൽ നിന്നും എന്നേ തീരെഴുതി വാങ്ങി. ഈശ്വര, ഇതെന്തൊരു വിധിയാണ്! ഇത്രയും ക്രൂരത എൻ്റെ അപ്പുവിനോട് വേണമായിരുന്നോ? എൻ്റെ ജീവൻ എടുത്തുകൂടായിരുന്നോ? എന്നിട്ട് ആ പാവത്തിന് തിരികെ കൊടുക്കാമായിരുന്നില്ലേ അവളുടെ ജീവിതം? ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നന്ദൻ നിലത്തേക്കിരുന്നു. കുഞ്ഞാപ്പു, അവനെ കണ്ടപ്പോൾ വല്ലാത്ത സ്നേഹം തോന്നി. അവൻ എൻ്റെ ആരാണോ എന്നുള്ള തോന്നൽ. അത് വെറുതെയായില്ല. എൻ്റെ അപ്പുവിൻ്റെ കുഞ്ഞല്ലേ? ജന്മാന്തര ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നിയത് വെറുതെയല്ല. എനിക്ക് കാണണം വിഷ്ണു എൻ്റെ അപ്പുവിനെ. ഇല്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിച്ചു പോവും. ശ്വാസം കിട്ടാതെ പിടയുക വിഷ്ണു. ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുക.
ഒരു ഭ്രാന്തനെ പോലെ നന്ദൻ അലറിക്കരഞ്ഞു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.